അയ്യോ മക്കളെ, എങ്ങനെ ഇരുന്ന കൊച്ചാണ്. കല്യാണത്തിന് മുന്നേ അങ്ങ് വെളുത്തു തുടുത്തിരുന്നതല്ലേ, ഇപ്പൊ അങ്ങ് കറുത്തു കരിവാളിച്ച് എല്ലും തോലും ആയി. അവരൊക്കെ അങ്ങനെ പറയും. എന്റെ വാപ്പാരെ കാശാണ് ഈ തടി. ബോഡി ഷെയ്മിങ് തന്നെ ഷെയിം തന്നെയാ. ദിവസവും പീസയും ബർഗറും ആണ് കഴിപ്പ്. ഞാൻ പിന്നെ വല്ല ഡ്രിങ്ക്സാ ഇല്ലെങ്കിൽ ഡോണറ്റാ ചോദിച്ചാൽ അപ്പം തുടങ്ങിക്കോളും. മക്കളെ ഇത് ക്യാൻസറസ് ആണ് മക്കളെ, മക്കളെ ഇത് കഴിച്ചൂടെ മക്കളെ, മക്കളെ ഇത് വയറ് വേന എടുക്കും മക്കളെ, മക്കളെ ഇത് വിഷമാണ് മക്കളെ. അപ്പം ഈ ബർഗറും പിസയൊക്കെ വിഷമല്ല, പ്രോബ്ലം ഇല്ല. പ്രോട്ടീനാണ്, വിറ്റാമിൻ എ ആണ്, വിറ്റാമിൻ സി ആണ്, എനർജറ്റിക് ആണ്, ഹെൽത്തിയാണ്. എന്തൊക്കെ പുകിലാണ്. കേട്ടില്ലേ? 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നെങ്കിലും നാഗ് പഠിക്കുന്നത് MA-ക്കാ. അസൂയ. എന്തിന്? എന്റെ സ്മാർട്ട്നെസ്സിന്. എന്റെ ഏറ്റവും മെയിനേ സ്മാർട്ട്നെസ് ആണ്. അല്ലെങ്കിൽ നീ കുറച്ച് ഓവർ സ്മാർട്ടാ. അല്ലെങ്കിൽ ചില കാര്യത്തിനൊക്കെ ഓവർ കാണിക്കുന്നത് നല്ലതാ. നമ്മൾ ശ്വേതാന്റിനെ പോലെ ഒരുപാട് പൊക്കവും ഒരുപാട് തടിയും ഒരുപാട് മുടിയും ഒരുപാട് സൗന്ദര്യവും. എന്താ ശ്വേതാന്റി സൂപ്പർ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞോ. അയ്യോ മക്കളെ, ശ്വേതാജി സൂപ്പറാണ്, അതിനോട് ആർക്കും ഒരു തർക്കമില്ല. നമ്മളെ രജനി അങ്കിള് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ ഒരു പൊണ്ണെ പാത്ത ഉടനെ കയ്യെടുത്ത് കുമ്മണമെന്ന് തോന്നുന്നില്ലേ, അത് വന്ന് സാത്വിക. അതേ ഒരു പൊണ്ണെ പാത്ത ഉടനെ അത് വന്ന് പറിച്ചോതുക. അതേ ഒരു പൊണ്ണെ പയന്നിട്ടില്ലയാ, അത് വന്ന് ഭയാനകം. ഇച്ചു മതി മതി, നീ ശ്വേതാജിയും സ്വാസികയും കൂടെ പൊക്കി പറഞ്ഞാലേ അവര് വിചാരിക്കും നമ്മള് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി പൊക്കി പറയുവാന്ന്. ഉമ്മയല്ലേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വന്നത്. എന്തോന്ന്? ശ്വേത ആന്റീനെ പൊക്കി അടിച്ച് പറയണം, എന്നാലേ നമുക്ക് 10 ലവിന്റെ ഹാർട്ട് കിട്ടും. നേരത്തെ വേറൊരാൾ, ഇപ്പൊ വേറൊരാളായ. ഹലോ, എന്നെങ്കിലും ഓർമ്മയുണ്ടോ മക്കളെ? എന്തോ ഞാനേ ഇത്രയും നേരം ഇവിടുന്ന് സംസാരിച്ചിട്ട് ഈ മുതലിനെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അല്ല, ഈ കൊച്ചിനെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഞാൻ ഒരു സൂപ്പർ മോളാണെന്ന്. ഇനി ഈ കോമഡി പീസിന്റെ കുറച്ച് കോമഡികൾ ഞാൻ ഇനി വരുന്ന എപ്പിസോഡിൽ പറഞ്ഞു തരാം. നിങ്ങൾക്കും കേൾക്കണ്ടേ? ഓക്കെ, ബൈ.